ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെറിയൊരു വിഷു പർച്ചേസിന് പോയതാണ്. ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് വീട്ടിൽ. നമ്മൾ റിലേറ്റീവ്സിനൊക്കെ വിളിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ. അമ്മ ഇതാ തകൃതിയിൽ തേങ്ങ വറുത്ത് വെക്കുന്നുണ്ട്. ഇതാ ചപ്പാത്തിക്കുള്ള ഗോതമ്പ് മാവ് റെഡിയാക്കുന്നുണ്ട്. രാത്രിയാണ് എല്ലാവരെയും വിളിച്ചത്. അപ്പോൾ ഇതാ ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ട്. രനിശേട്ടൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം. നമുക്ക് എല്ലാവരും വന്ന് കുട്ടികളൊക്കെ ഫുൾ കളിയും ചിരിയൊക്കെയാണ്. എൻ്റെ ഇടയിൽ ഞാനും ഉണ്ട് ഇങ്ങനെ എന്തൊക്കെയോ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുക്കുന്നു. കണ്ണന് ചുറ്റും കൂടിയിരിക്കുകയാണ് എല്ലാവരും. ഫോണിലെന്തോ നോക്കുകയാണ്. തൻവിയും ഹൃദയും ഓരോരോ വണ്ടിയൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട്. ആരൊക്കെ വന്നാൽ നോക്കാം നമുക്ക്. നമ്മുടെ മാമൻ്റെ മോൻ കണ്ണനാണിത്. പിന്നെ നിച്ചുനായതു. ഇത് സതീശ മാമനാണ്. പിന്നെ സൈത്തേട്ടൻ, രജിശേട്ടൻ. നമുക്ക് അടുക്കളയിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം അവരൊക്കെ എന്ത് ചെയ്യുകയാണെന്ന്. മാമൻ്റെ മോള് വൈഷ്ണ, അമ്മ രസ്നേച്ചി, ചെസി ചേച്ചി. ഇന്ന് രസ്നേച്ചിൻ്റെ വീട്ടിലായിരുന്നേ ഉച്ചയ്ക്ക് വിഷുവിന്. അപ്പോൾ അമ്മയും രജിശേട്ടനും ദീപിയേച്ചിയൊക്കെ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവരിപ്പോൾ വൈകുന്നേരം എത്തിയേ ഉള്ളൂ. അതുകൊണ്ട് തകൃതിയിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുകയാണ്. ദീപിയേച്ചിയാണ് ചപ്പാത്തി ഇപ്പോൾ തിരിച്ചിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജസ് ചേച്ചിയുണ്ട്, പരത്തുന്നുണ്ട്, ചുടുന്നുണ്ട്. മാമൻ്റെ മോള് വൈഷ്ണയാണ്. മോനെ കൂട്ടാതെ വന്നത് കാരണം പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് അവൾ. ദീപിയേച്ചി രജിശേട്ടന് വേണ്ടി ഡെയിലി ചപ്പാത്തി ചുട്ട് ഇപ്പം സ്ഥിരം പരിപാടിയായി. അനു വന്നിട്ടുണ്ട്. അനു നന്ദു വന്നിട്ടുണ്ട്. ഇത് വൈഷ്ണയുടെ അനിയത്തിയാണ്. ഹൃദയ്ക്ക് പിന്നെ അനുവിനെ കണ്ടാൽ പിന്നെ വേറെ ആരും വേണ്ട. അനുവിനെയും വൈഷ്ണനെയും കണ്ടാൽ വേണ്ട, വേറെ ആരും വേണ്ട. മേമേനെ ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേഴ്സൊക്കെ പടകം പൊട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറേ പടകം വാങ്ങിച്ച വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയ്യിൽ നിന്നൊക്കെ പൊട്ടിക്കുന്നുണ്ട്. പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല. നമ്മുടെ സ്വന്തം സുഞ്ഞമ്മാവനാണ്, അമ്മയുടെ ഇളയ അനിയനാണ്. പലരും ഫോണിലുണ്ട്. പിന്നെ പിള്ളേർ പൊട്ടിക്കുന്നത് നോക്കുകയാണ്. എന്തൊക്കെയോ പെറുക്കി പോകുന്നുണ്ട് ചേട്ടൻ. ചിക്കൻ കറി റെഡിയായി. ചിക്കനും ചപ്പാത്തിയും നമ്മളെ വീട്ടിൽ നിന്ന് പറിച്ച കപ്പയാണ്. നമ്മൾ ഫുഡ് ആരൊക്കെ വരില്ല എന്നുള്ള അറിഞ്ഞൂടാത്തതുകൊണ്ട് പതുക്കെ ഫുഡ് ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. വൈഷ്ണയുടെ ഹസ്ബൻഡാണ് നിഖിലേട്ടൻ. ഇവരൊക്കെ നമ്മൾ പടകം പൊട്ടിക്കുക എന്നുള്ളത് പറഞ്ഞിട്ട് നിഖിലേട്ടൻ കഴിഞ്ഞു. നീ ശ്രദ്ധിക്കണേ. എല്ലാവരും കൂടെ കമ്പിത്തിരി കത്തിക്കുന്നതാണ്. എല്ലാവരും ഇത് കത്തിച്ചിട്ട് വേണം അവർക്ക് വേറോരോരോ പടകങ്ങളൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അതും പൊട്ടിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമുക്ക് പേടിയാവും. ഇവരെന്താ ചെയ്യുന്നത് കണ്ടില്ലേ. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ പിള്ളേർ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ അതും കൊണ്ട് എൻ്റെ അടുത്ത് വരുന്നുണ്ട് എന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. സതീശ മാമൻ ഇങ്ങനെ പറയുന്നുണ്ട് പുറത്തേക്ക് കൊണ്ടുപോട് എന്നൊക്കെ. എല്ലാവരും പേടിച്ചിട്ട് സൈഡോട്ട് മാറിയിരിക്കുന്നുണ്ട്. കാരണം നമ്മളിവിടെ തൊട്ട മേലെ നെറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പിന്നെ വണ്ടികളൊക്കെ നമ്മൾ അകത്ത് കയറ്റി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം വണ്ടിയൊക്കെ സേഫാക്കി അകത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം ഇവരെന്തൊക്കെയാണ്. പടകങ്ങളൊന്നും ഇങ്ങനെ അകത്തേക്ക് കയറ്റേണ്ട, എല്ലാം മുറ്റത്തൊന്നും അതായത് റോഡും വന്നൊക്കെ പൊട്ടിക്കുക എന്നുള്ള പ്ലാനിലാണുള്ളത്. നേരെ മേലോട്ടേക്ക് എടുത്തോളെ. കത്തുന്ന സമയത്ത് കത്തിപ്പോ മേലോട്ട്. ഇതാക്കുന്നുണ്ട്.
തൻവി നിക്ക്, വീഡിയോ എടുക്കട്ടെ. നീ വേണ്ട കൊടുക്കുന്നതിനോട് പറയണ്ടേ? എന്തെന്നാ എൻ്റെ വ്ളോഗ് കാരണം ഇവരൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇവളെ കൊണ്ടൊരു സൗകര്യം ഇല്ലല്ലോ, ഫോണും ബുക്ക് പിടിച്ചുകൊണ്ട് വരുന്നുണ്ടല്ലോ പറഞ്ഞിട്ട്. ജാനിക്ക് നല്ല പേടിയാണ്, അതുകൊണ്ട് അമ്മ അടുത്ത് നിന്ന് കൊടുക്കുകയാണ്. അമ്മയൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു പാട്ടും പ്രോഗ്രാമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ മൈക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചാർജിലിട്ട് വെച്ചിരിക്കുകയാണ്. ശൈലാമ്മേൻ്റെ മുകളിൽ ലിജിയേച്ചിയും രാജേശ്വരനും മക്കളൊക്കെ വന്നിട്ടുണ്ട്. വണ്ടി ഫ്രണ്ടിലിട്ടിരിക്കുകയാണ് അവർ. നമ്മൾ പടകം പൊട്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇനി വണ്ടി മാറ്റിയിട്ട് വേണം വീണ്ടും പടകം പൊട്ടിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരിങ്ങ് അത്തോട്ട് കയറുന്നുണ്ട്. ലിജിയേച്ചിയുണ്ട്, ശൈലാമ്മയുണ്ട്. അവരോട് വിശേഷങ്ങൾ ചോദിച്ച് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും ഒരു പടകം ഞാനും കയ്യിൽ വെച്ച് പൊട്ടിച്ചാലോ എന്ന് വെച്ച്, പിന്നെ വേണ്ട ഇനി ഒരു കമ്പിത്തിരി കത്തിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഇതാ കമ്പിത്തിരി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാനിക്കും കമ്പിത്തിരി കത്തിക്കാൻ ഭയങ്കര ഇഷ്ടം. പക്ഷേ ഹൃദയ്ക്ക് പേടിയാണ്. ഹൃദയ് പരിസരത്ത് തന്നെ വന്നിട്ടില്ല. ഹൃദയ് സിന്ധുച്ചിൻ്റെ വീട്ടിലുള്ളത്, അവിടെ നിൽക്കുകയാണ്. അവിടെയും പടകം വാങ്ങിച്ചു, പക്ഷേ ഹൃദയുള്ള കാരണം പൊട്ടിക്കാൻ പറ്റുന്നില്ല. അവരും സ്റ്റക്കായി നിൽക്കുകയാണ്, കാരണം ഹൃദയം വന്നിട്ടാണ് അവർക്കും പൊട്ടിക്കാൻ. ജാനിക്ക് ഒരു ഇളന്നിപ്പൂ കത്തിക്കണേനു, എന്നെ ഞാൻ ഇത് സഹായിക്കുന്നതാണ്. അവിടെ കൈപിടിച്ച് പേടിയൊക്കെ മാറ്റാൻ വേണ്ടി സഹായിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരിതാ ഇളന്നിപ്പൂ കത്തിച്ചിട്ടുണ്ട്. നമ്മൾ ഋതുട്ടൻ പടക്കമൊക്കെ പേടിച്ചിരിക്കുന്നത് കൊണ്ട് തൽക്കാലം ടാബ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടിരിക്കുകയാണ് അവൾ. അവന് ഭക്ഷണം വാരി കൊടുക്കുന്നത് അനുവാണ്. ടാബ് കൊണ്ടുപോകും ഭക്ഷണം കഴിക്കും.
എന്തിനു നീ വന്നു പൂന്തിങ്കളെ തൂമഞ്ഞിൻ നെഞ്ചിലുതുങ്ങി മുന്നാഴി കനവ് എൻ്റെ ഏട്ടനും സൈത്താട്ടനും പിന്നെ സുനിയമ്മാവനും നന്ദുവും ഒക്കെ പാട്ട് പാടുന്നുണ്ട്. രമേശ് മാമനൊക്കെ ഇങ്ങനെ നോക്കിക്കാണ്, പിള്ളേരെ ഇങ്ങനെ ഇടങ്ങാറാക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ സൂപ്പറായി കളിച്ച്. ഞാൻ കണ്ടതുരാ കനവാണെന്നാരു പറഞ്ഞു. ഗാനമേളേൻ്റെ ഇടയിൽ കൂടി ഒരാൾ പടകം പൊട്ടിക്കുകയാണ്. അപ്പോൾ പാട്ട് പാടുന്ന ആൾക്ക് ഇടങ്ങാറാവുന്നുള്ള ചിന്തയൊന്നുമില്ല. അയാൾ അയാളുടെ ഡ്യൂട്ടി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് പാട്ടൊക്കെ പാടി പടക്കമൊക്കെ പൊട്ടിച്ച് ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ പാട്ട് പാടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സുനിയമ്മാവൻ പാടി, നന്ദു പാടി, എൻ്റെ ഏട്ടൻ പാടി, എടുത്ത സൈത്തേട്ടൻ പാടുന്നുണ്ട്. വോയിസ് ഇടുന്നില്ല. വോയിസ് ഇടുന്നതല്ല, ഈ ക്ലിപ്പ് തന്നെ കണ്ടാൽ എന്നെ പറപ്പിക്കും. വീണ്ടും വീണ്ടും നമ്മൾ പടകം പൊട്ടിക്കുന്നുണ്ട്. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഇങ്ങനെ അടിച്ചു പൊളിക്കുമ്പോൾ നല്ല രസമാണ്. രേണുചേട്ടന് ഇഷ്ടമാണ് എല്ലാ മെമ്പേഴ്സിനെയും വിളിച്ച് ഇങ്ങനെ ഫംഗ്ഷനൊക്കെ നടത്തുന്നത്. കാരണം എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു ദിവസം എന്നല്ല, അവരുള്ളപ്പോൾ ഒരു ദിവസം എന്ന് പറയാൻ കാരണം ഇതാണ്, രേണുചേട്ടൻ നാട്ടിലുണ്ടാകുമ്പോൾ എല്ലാവരെയും ഇങ്ങനെ വിളിക്കുക, ഫംഗ്ഷനാക്കി ഒരു ദിവസം അടിച്ചു പൊളിക്കുക എല്ലാവരും. ഒരു രസമാണ്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാ നന്ദു കയ്യിൽ വെച്ചിട്ട് പടകം പൊട്ടിക്കുകയാണ്. അപ്പോൾ അത് കയ്യിൽ വെച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട്. വീഡിയോ എടുക്കുന്നുണ്ട്, എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു തരികയാണ്. പിന്നെ ഇതാ രേണുചേട്ടൻ എന്തൊക്കെയോ കത്തിച്ചിട്ട് എന്തൊക്കെയോ കളി കളിക്കുന്നുണ്ട്. രേണുചേട്ടൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വിഷു ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെയൊരു ഇത് വെച്ചത്, ഒരു ചെറിയൊരു ഫംഗ്ഷൻ എന്ന രീതിയിൽ വെച്ചത്. കാരണം മാമ മരിച്ചിട്ട് അത്രേ ആയിട്ടുള്ളൂ, നമുക്ക് വിഷുവൊന്നുമില്ല. എനിക്ക് വിഷു ഇല്ലെങ്കിൽ പോലും ഞാൻ എന്താ പറയുക, എനിക്ക് വിഷു ഇല്ല. അതുപോലെ തന്നെ സർജറി കഴിഞ്ഞുകൊണ്ടും അത്ര ആഘോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ പോലും എല്ലാവരും വന്ന് നമ്മളെ വീട്ടിൽ വെച്ചിട്ട് ചെറുതായിട്ടൊരു ആഘോഷം അത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് അങ്ങനെയൊന്നുമല്ല. പിന്നെ മറ്റുള്ളവർക്കൊക്കെ എൻ്റെ ഒരിത് വെച്ചിട്ട് ഒരാഘോഷിക്കാതിരിക്കണം എന്നൊന്നും ഞാൻ പറയാൻ ആളല്ലല്ലോ. അതുകൊണ്ട് ചെറിയ രീതിയിൽ ഫാമിലിയിലെ കുറച്ച് മെമ്പേഴ്സിനൊക്കെ വിളിച്ച് അവർ ആഘോഷിക്കുകയാണ്. ഞാനതൊക്കെ വീഡിയോയിൽ എടുക്കുന്നുണ്ട് എന്ന് മാത്രം. നമ്മൾ ഒന്നും വേണ്ടാന്ന് വിചാരിച്ചായിരുന്നു, മാമൻ്റെ ഒരിത് കഴിഞ്ഞിട്ട് അത്രേ ആയിട്ടേ ഉള്ളൂ. പിന്നെ ഇത് അവസാന ഘട്ടം ബീഡിപ്പടകം അതിന് കൊടുത്തിട്ടുണ്ട്, തിരി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒങ്ങ് മരത്തിലാണ് വെച്ചത്, താഴെ വീണിട്ടുണ്ട്. പിന്നെയും അതവർ എടുത്ത് ചുറ്റിച്ചു കൊടുത്ത് എല്ലാം കൂടി തീ കത്തിച്ചിട്ടുണ്ട്. രമേശൻ മാമനും രജിഷേട്ടനും ഷോട്ടനൊക്കെ ഉണ്ട് നിൽക്കുന്നു. അപ്പോൾ ഇതോടുകൂടി ആഘോഷങ്ങൾ കഴിഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്, കണി ഒരുക്കണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അത് വേറൊരു വീഡിയോയിൽ ഇടാമെന്ന് വിചാരിക്കുന്നു. ചെറുപറ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു സൗണ്ട് ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല. ഭയങ്കര 101 ഷോട്ടോ അങ്ങനെ എങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, 1000 ഗോവയാണിത്. അപ്പം അത് കത്തിക്കൊണ്ടിരിക്കുന്നു. കുറേ അങ്ങ് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ. അപ്പം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.